ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ബീഫ് കറി വയ്ക്കാൻ പോകണം. മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ബീഫ് അടുപ്പിലാണ് വയ്ക്കാൻ പോകുന്നത്. അടുപ്പിലോട്ട് വെച്ച് നല്ലോണം വേവട്ടു. ബിരിയാണി സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കുമ്പോ പിന്നെ വണ്ടിയെ കഴിക്കാം. വാ, ഞാൻ കഴിക്കും. അങ്ങനെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടു. ഭയങ്കര നല്ല വേവ്, കുക്കറിൽ അടുപ്പിൽ വേവിച്ചിട്ട് വെന്തില്ല. പിന്നെ ഒന്നും കൂടെ കുക്കറിലൂടെ കുഴപ്പമില്ല. ഞാൻ കഷ്ണം കഴിക്കില്ല, അതിൻ്റെ ഗ്രേവി മാത്രം ഒരു കഷ്ണം കഴിക്കും. അതിട്ടാൽ കുടിക്കില്ല എന്നും ഗ്രേവിയും ഉരുളക്കിഴങ്ങും അവന്താ അങ്ങനെ ബീഫ് റെഡിയായിട്ടുണ്ട്. അവൻ കഴിച്ച് പാത്രം വേണ്ടാന്ന് പറഞ്ഞ് അത്രയും കഴിച്ചു. എന്നെ കുറ്റം പറഞ്ഞ് കഴിച്ചു. കുറച്ച് കൂടുതൽ കൊടുത്തത്, കുറച്ച് പറഞ്ഞവരും കുറച്ച് കൊടുത്തത്, കൂടുതൽ കൊടുത്താൽ പറയും കൂടുതൽ കൊടുത്തത്. പിന്നെ നാളത്തേക്ക് അരി ഒഴി മാറ്റി വെച്ച് രാവിലെ അപ്പം ചുട്ട് ഇരിക്കും. കാപ്പി ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ എനിക്കൊരു അമ്മയുണ്ട്, അവർ കുടിക്കൂല. എന്നിട്ട് നാട് മുഴുക്കെ പോയി പറയും പട്ടിണി കണ്ട ഇരിക്കണം, അപ്പം കണ്ടാവും എന്തുമാത്രം അപ്പം ബാക്കി ഇരിക്കണം. അവർക്കും കൂടെയാണ് ചൂടണം. ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒന്ന് രാവിട്ടൊന്നും കഴിക്കൂല. അങ്ങനെയൊന്നും കഴിക്കണ കൂട്ടത്തിലുള്ളതല്ല. അപ്പം ചുട്ട് അവർക്കും കൂടെ വച്ചെങ്ങനെ നമ്മളുകൊണ്ട് അവരെ വീട്ടിൻ്റെ നടയിൽ ആളുകൾ പറയും അവിടെ കൊണ്ട് വെച്ചാൽ മതി. അവ എങ്ങനെ വെച്ചാലൊന്നും അവർ തിന്നണ ജാതിയൊന്നുമല്ല. ഇന്നലെ വെച്ച കടലക്കറി ഇതായിരിക്കണം, അവരെ കടലക്കറിയാണ്. ഇന്നലെ നമ്മൾ അപ്പം ചുട്ടിട്ട് കടലക്കറിയൊന്നും വച്ചില്ല. ഇന്നലെ അവർക്കുള്ള കടലക്കറിയാണ്. അതായത് നമ്മൾ ചൂടാക്കി കൂട്ടി. ആരെയും ബോധ്യപ്പെടുത്തണമെന്നല്ല. അപ്പം ഇതൊക്കെ വല്ലാത്തൊരു അവതാരങ്ങളി തന്നെ. ഉണ്ടാക്കി വെച്ചാൽ അത് തിന്നില്ല. എന്നിട്ട് എവിടെ പോയി എന്തൊരു വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു കുഴപ്പവുമില്ല. അപ്പോൾ ആരെങ്കിലും കോവിഡ് കൊണ്ടാക്കിയതേ അബദ്ധമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നും എവിടെയെങ്കിലും പോകണം, എന്നും അവർക്ക് എന്നും എവിടെയെങ്കിലും പോകണം. വീട്ടിൽ വേവിക്കുമ്പം അത് തിന്നാനൊന്നും വയ്യ.